നഷ്ടപ്പെട്ടതിനെയോർത്ത് ദുഃഖിച്ചിരിക്കുന്നവൻ ദുർബലനാണ്. വീണ്ടും ആഗ്രഹങ്ങൾ ജനിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് ശക്തൻ. എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങളും അമിത ആഗ്രഹങ്ങളുമാണ് കൂടുതൽ നഷ്ടത്തിൽ ചെന്നെത്തിക്കുന്നത്. ഒരാളെക്കുറിച്ച് ഓർക്കാൻ അയാളോട് അനുവാദം ചോദിക്കേണ്ട എന്നതാണ് ഭൂമിയിൽ ഏറ്റവും മനോഹരമായൊരവകാശം. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖമില്ലെന്ന് ധരിക്കരുത്. ദുഃഖം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. സ്നേഹം അത് വാക്കുകളിലല്ല, പരിഗണനയിലാണ്. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളായിരിക്കണം നമുക്ക് എന്നും പ്രിയപ്പെട്ടത്. വേദനിപ്പിക്കുന്നൊരു വാക്കുമതി ഒരാളുടെ ഹൃദയത്തെ തകർക്കാൻ. എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരം കാലത്തിന് വിടുക. നമ്മൾ മറന്നാലും കാലം അത് ഭംഗിയായി നിർവഹിക്കുന്നതിന് സാക്ഷികളാകാം. ഒരു സ്വാർത്ഥ വ്യക്തിക്കൊരിക്കലും യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം സ്നേഹത്തിന് പങ്കിടൽ ആവശ്യമാണ്. നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ഒരാളോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പക്വതയെയും സഹിഷ്ണുത മനോഭാവത്തെയുമാണ് അത് വെളിപ്പെടുത്തുന്നത്. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാകും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് ആരും ശ്രേഷ്ഠരോ താഴ്ന്നവരോ അതുല്യനോ എന്നൊന്നില്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ സമാനതകളില്ലാത്തവരാണ്. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതിയത് പോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം.